എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സീരീസിലെ അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടന്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ പോയി കാണുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താ പറയുന്നത് വെച്ചാൽ, അതായത് നമ്മൾ കണ്ടന്റ് ചൂസ് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ ഇതെങ്ങനെ നല്ല രീതിയിൽ ഒരു വീഡിയോ ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരുപാട് ഗാഡ്ജറ്റുകളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാമറ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ ക്യാമറകളാണ് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു യൂട്യൂബ് സീരീസിനുള്ള പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അതിൽ ഇതുമായിട്ട് കണക്റ്റഡായ വീഡിയോസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു പ്ലേലിസ്റ്റ് കൂടെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ യൂട്യൂബിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വീഡിയോ കണ്ടന്റ് ആണ്. അപ്പോൾ ഇതിൽ വീഡിയോക്ക് നല്ലൊരു പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഉണ്ടാക്കിയാൽ മാത്രമേ ആൾക്കാർ ഇരുന്ന് കാണുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടാൽ ആൾക്കാർ കാണില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റിക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട്. ഞാനിത് പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് ക്വാളിറ്റി അല്ല. നമ്മളെന്തായാലും കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം സെർച്ചിങ്ങിലും ഇല്ലെങ്കിൽ ട്രെൻഡിങ് ആയ ടോപ്പിക്കുകളായിരിക്കും നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുക. അത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാനിവിടെ പറയുന്നത് വീഡിയോയുടെ ആ ഒരു വിഷ്വലി നമ്മൾ കാണുന്ന ആ ഒരു ക്വാളിറ്റീൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അത് വിഷ്വലി പ്ലീസിങ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള നല്ല കണ്ടന്റുകൾ, നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ക്യാമറകൾ നമ്മളെപ്പോഴും കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ മൊബൈൽ ക്യാമറകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളാണ് ഇതിൽ ആക്ച്വലി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ എല്ലാ വീഡിയോസിനും ക്യാമറ നിർബന്ധമൊന്നുമില്ല. ക്യാമറ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഗെയിമിംഗ് തന്നെയാണ്. ഗെയിമിംഗ് ഒക്കെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഗെയിം പ്ലേ ചെയ്തുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ക്യാമറ ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ക്യാമറ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, ക്യാമറ ഇല്ലാണ്ടും സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റൊന്ന് വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ടാക്കുന്നവരാണ്. അതായത് നമ്മുടെ PPT ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ റൈറ്റിംഗ് പാഡൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു ഇങ്ങനെ വീഡിയോ കണ്ടന്റ് ഇല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. പിന്നെ മറ്റൊന്നാണ് സ്ക്രീൻ ക്യാപ്ചർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ്. അപ്പോൾ നമ്മൾ ക്യാംഡാഷ് സ്റ്റുഡിയോ പോലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ കാണാത്തവർ അതുകൂടെ പോയി കാണുക. പിന്നെ ജസ്റ്റ് ഇമേജുകൾ വെച്ചുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട്. പിന്നെ സ്റ്റാറ്റസ് വീഡിയോ, അതുപോലെ ഫീലിംഗ് ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നവർ, അനിമേഷൻസ്, പിന്നെ സോഫ്റ്റ്വെയർ ഡെമോൺസ്ട്രേഷൻ, ഇതൊക്കെ നമുക്ക് ക്യാമറ ഇല്ലെങ്കിലും നമുക്ക് വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് വ്ളോഗിങ് വീഡിയോസിലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ക്യാമറ ഇല്ലാതെ നടക്കാത്ത ഒരു വീഡിയോ ഈ ഒരു വ്ളോഗിങ് തന്നെയാണ്. അതായത് ട്രാവൽ വീഡിയോസ്, പിന്നെ കുക്കിംഗ്, അതുപോലത്തെ സംഭവങ്ങൾ, പിന്നെ ടെക് വീഡിയോസ്. നമ്മളിപ്പം ഈ ഒരു ഇരുന്നു കൊണ്ടുള്ള പരിപാടി, ഇപ്പം ഞാനിപ്പം പറയുന്ന പോലെ ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുന്ന വീഡിയോസ്, പിന്നെ പ്രൊഡക്റ്റ് അൺബോക്സിങ്, ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ക്യാമറ നിർബന്ധമാണ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പൈസ മുടക്കി ക്യാമറകൾ വാങ്ങണം എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ തുടക്കക്കാരാകുമ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അധികം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മളിപ്പം കയ്യിൽ ഉള്ള ആ ഒരു പിന്നെ സംവിധാനങ്ങൾ വെച്ച് എങ്ങനെ നല്ല രീതിയിൽ എഫക്റ്റീവായി ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിലൂടെ നോക്കിക്കാണുന്നത്. അപ്പോൾ കുറേ കാലം വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു പുതിയൊരു ക്യാമറ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറ എന്ന് പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ടത് നിങ്ങൾ മൊബൈൽ ഫോൺ തന്നെയാണ്. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെ അപ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ക്യാമറ ഫോൺ ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുതിയൊരു മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം ഇപ്പോൾ ഇനി യൂട്യൂബിൻ്റെ പർപ്പസിനല്ല, ഇനിയിപ്പോൾ ഏതൊരു മൊബൈൽ വാങ്ങുന്നവരാണെങ്കിലും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. നല്ല ക്യാമറ വേണം, ഇല്ലെങ്കിൽ നല്ല ഫോട്ടോസ് ഇല്ലെങ്കിൽ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും മൊബൈൽ ഫോൺ വാങ്ങുന്നത്. ഓക്കെ, ക്യാമറ എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്യാമറയോടുള്ള ഈ ഒരു ക്രേസ് കമ്പനിക്കാർ, മൊബൈൽ ബ്രാൻഡുകളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ ക്യാമറകളുടെ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ ക്യാമറകളും അല്ലെങ്കിൽ ഓരോ മൊബൈൽ ഫോണും കമ്പനികളും മൊബൈലുകൾ പുറത്തെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 108 MB ഒക്കെ മെഗാ പിക്സലുള്ള ക്യാമറകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പഴയ സോണിയുടെ ആ ഒരു 3.2 മെഗാ പിക്സൽ അല്ലെങ്കിൽ 5 മെഗാ പിക്സൽ, 12 മെഗാ പിക്സൽ, ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്ന ആ ഒരു മെഗാ പിക്സലിന് സത്യം പറഞ്ഞാൽ ആ ഒരു പഴയ 3.2ൻ്റെ ആ ഒരു ക്വാളിറ്റി കൂടെ ഉണ്ടാവില്ല. ഇവിടെ ആ ഒരു MB കാണിക്കുന്നത് അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു സൈസിൽ ഇല്ലെങ്കിൽ റെസൊല്യൂഷനിൽ മാത്രമാണ് ആ ഒരു മെഗാ പിക്സൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. റെസൊല്യൂഷനിൽ കാണിക്കും, പക്ഷേ നിങ്ങൾക്ക് അത്ര കണ്ട് അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതാണ് ഇപ്പോൾ വരുന്ന മിക്ക മൊബൈൽ ഫോണിൻ്റെ അവസ്ഥ.
ഇപ്പോൾ ക്യാമറകൾ തന്നെ എന്താ പറയുക വമ്പന്മാരായ ഐഫോണിലും അതുപോലെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിലൊക്കെ ഇപ്പോഴും ക്യാമറകളുടെ മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ 12 MB ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വസ്തുത കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു 108 MB എന്ന് പറയുന്നത് ആ ഒരു ഇമേജിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഷോക്കായിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഷൂട്ട് ചെയ്തൊരു സാധനം മൊബൈലിൻ്റെ ആ ഒരു ചെറിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നും. അതിപ്പം സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ഈ കളറൊക്കെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി തോന്നാൻ സാധ്യതയുണ്ട്. അത് നേരെ മറിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഇല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ടി വിയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം എന്താ പറയണ്ട പരിതാപകരമാണ് ആ ഒരു വിഷ്വൽ എന്ന്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്ക്രീനിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇങ്ങനെ MB ഒക്കെ ഒരുപാട് കാണിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നല്ലൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ക്യാമറ ചൂസ് ചെയ്യുന്നിടയ്ക്കാണ് ഏറ്റവും വലിയൊരു ചലഞ്ചായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ നല്ല റിവ്യൂസ് ഒരുപാട് കാണുക. നിങ്ങളിപ്പം എന്താ പറയുക ലീഡിംഗ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ മിക്കവാറും അവർക്ക് ഈ ഒരു റിവ്യൂ യൂണിറ്റ് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങളങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ നിൽക്കില്ല, ജസ്റ്റ് അതിൻ്റെ പോസിറ്റീവ്സ് മാത്രമേ പറഞ്ഞു പോവുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും നോക്കേണ്ടത് ഇതിൻ്റെ യൂസർ, അതായത് കുറേ കാലം യൂസ് ചെയ്ത ആൾക്കാർ ഇട്ട ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കാണുക. പിന്നെ കൂടാതെ ക്യാമറ വീഡിയോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ആ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടോ. പിന്നെ പല യൂട്യൂബേഴ്സും ഇതിൻ്റെ സാമ്പിൾ വീഡിയോസ്, അതായത് സാമ്പിൾ ഇമേജ് അതുപോലെ സാമ്പിൾ വീഡിയോസൊക്കെ ഡ്രൈവ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എത്രയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നേരിട്ട് തന്നെ പരിശോധിക്കുക. അതുപോലെ പുതിയ മൊബൈലുകളൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ ആ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ ചാടിക്കറി വാങ്ങാതിരിക്കുക. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് പുതിയ സാധനം ഓർഡർ ചെയ്യും, വന്ന് ഇത് നേരിട്ട് കണ്ടതിന് ശേഷമായിരിക്കും മനസ്സിലാവുക ഇതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നോർമലി പറ്റാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആക്ച്വൽ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ വരുന്നവരെ നിങ്ങൾ കാത്തുക്കുക, അതിനുശേഷം വാങ്ങിക്കുക. പിന്നെ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ ആലോചിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമറകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ബിഗ് സ്ക്രീൻ അല്ലെങ്കിൽ വലിയൊരു മോണിറ്ററിൽ നമ്മൾ കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ആക്ച്വൽ ക്വാളിറ്റി നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അല്ലാണ്ട് ചെറിയൊരു മൊബൈൽ സ്ക്രീനിൽ കണ്ടതുകൊണ്ട് മാത്രം നമുക്കിത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. അപ്പോൾ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്കത് പിക്സലേഷൻ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു എന്താ പറയണ്ട ഒരു പിക്സൽ ഡെൻസിറ്റി ആ ഒരു വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതാണ് ഒരു ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വെൽ ഫോക്കസ്ഡ് ആയിരിക്കണം, അതുപോലെ ഷാർപ്പായിരിക്കണം, അതുപോലെ നല്ല ക്രിസ്പായ ഒരു വീഡിയോ നമുക്ക് തരാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ആ ഒരു ഇമേജ് സെൻസറിനുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താണ് 4K. അപ്പോൾ 4K ഉള്ളവർ ചെയ്യാൻ പറ്റുന്നവർ 4K തന്നെ ചെയ്യുക. കാരണം 4Kയുടെ ആ ഒരു ക്വാളിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അതായത് ഫുൾ HD റെസൊല്യൂഷന് വളരെ വ്യത്യസ്തമായ ഒരു ക്വാളിറ്റി തന്നെയായിരിക്കും 4Kയിൽ വരുന്നത്. പക്ഷേ തുടക്കക്കാരായ ആൾക്കാർക്ക് ഞാൻ ഒരിക്കലും 4K ചെയ്യണമെന്ന് പറയില്ല. കാരണം 4K ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ. അതായത് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണുകളിലും അതുപോലെ കോമ്പാക്ട് ഡിജിറ്റൽ ക്യാമറകളിലൊക്കെ 4Kൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും 4Kയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ എന്താ പറയുക ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ചൂടാകുന്ന ഒരു കേസ് ഉണ്ടാകാറുണ്ട്. അത് ഞാൻ പല ക്യാമറകളിലും നേരിട്ട് അനുഭവിച്ചൊരു സംഭവമാണ്. പിന്നെ ഒന്ന് ആ ഒരു വിഷ്വലിൻ്റെ സൈസ്, അതായത് 1 മിനിറ്റൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ GB വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈസൊക്കെ തുടക്കക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതുപോലെ എഡിറ്റ് ചെയ്യാനും 4K ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എഡിറ്റിംഗ് സൂട്ടും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ മാത്രമേ 4Kയിൽ എഡിറ്റിംഗ് നടക്കുള്ളൂ. മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നവരൊക്കെ 4K കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല കോൺഫിഗറേഷനൊക്കെ ഉള്ള മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഗ്രാഫിക്സ് സപ്പോർട്ട് ഇതൊക്കെ വേണം. അതുകൊണ്ട് ഞാനിതൊരിക്കലും തുടക്കക്കാരായ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഒന്ന് ഫ്രെയിം റേറ്റ് ആണ്. അതായത് ഏത് റെസൊല്യൂഷനിലാണെങ്കിലും നമ്മളിപ്പം മിനിമം 60 ഫ്രെയിം റേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ക്യാമറയിൽ 60 ഫ്രെയിം ഉണ്ടോയെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് മിനിമം 60 എങ്കിലും വേണം. പിന്നെ ഇതുപോലുള്ള ഇരുന്നുകൊണ്ടുള്ള സെറ്റപ്പ് ഇല്ലെങ്കിൽ ക്യാമറ അധികം മൂവ്മെൻറ്റ് ഇല്ലാത്ത കേസിലൊക്കെ ആണെങ്കിൽ 30 മതിയാവും. അല്ലാത്ത കേസിലൊക്കെ മിനിമം 60 ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നിങ്ങൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം എന്നുള്ള കാര്യം മുമ്പേ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഒന്ന് ഇതിൻ്റെ ലോ ലൈറ്റ് പിക്ക് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റിയാണ്. അതായത് ആ ഒരു ഡാർക്ക് ടു ലൈറ്റ് ഏരിയയിലേക്ക്, അതായത് പെട്ടെന്ന് ആ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എന്താ പറയണ്ട ആ ഒരു വീഡിയോയിൽ അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആ ലൈറ്റ് കറക്റ്റ് ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ള ആ ഒരു സംഭവം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം.
അത് സഡനായിട്ടൊക്കെ ചേഞ്ച് വരുമ്പോൾ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ചില ഇതിൽ കണ്ടാൽ മനസ്സിലാവും, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻ ആയിക്കൊണ്ട് നിൽക്കും. അപ്പോൾ അത് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് കറക്റ്റ് ഒരു സ്മൂത്തായിട്ട് ആ ഒരു എന്താ പറയുക ലൈറ്റിൻ്റെ ആ ഒരു എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഡേ ലൈറ്റിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത് നമ്മൾ ഇൻഡോറിൽ വരുമ്പോഴാണെങ്കിൽ ഇൻഡോറിൽ എന്താ പറയണ്ടേ ആ ഒരു ലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. അപ്പോൾ ലോ ലൈറ്റ് കേസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇൻഡോറിൽ എങ്ങനെയാണ് ഈ ഒരു ക്യാമറകളൊക്കെ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഔട്ട്ഡോറിൽ ചെയ്യുന്നതിൻ്റെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഇൻഡോർ. അപ്പോൾ ഇൻഡോറിൽ അത്യാവശ്യം നല്ല എന്താ പറയണ്ടേ ലോ ലൈറ്റ് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാമറകളായിരിക്കണം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൻ്റെ ഒരു ഫോക്കസിങ് സിസ്റ്റമാണ്. അത് വ്ളോഗിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി, ഇല്ലെങ്കിൽ ടെക് വീഡിയോസിൻ്റെ കാര്യത്തിലായാലും ശരി, ഈ ഒരു ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആ ഒരു ഫോക്കസിങ് സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വേറൊരു കാര്യം സ്റ്റെബിലൈസേഷൻ ആണ്. പ്രത്യേകിച്ച് ഈ ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു മോഷൻ കിട്ടണമെങ്കിൽ സ്റ്റെബിലൈസേഷൻ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അത് ഇപ്പോൾ വരുന്ന പല ക്യാമറകളിലും ഈ ഒരു എന്താ പറയുക സ്റ്റഡി മോഡ് ഇല്ലെങ്കിൽ ഹൈപ്പർ സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് പല ക്യാമറകളിലും വരുന്നുണ്ട്. അപ്പോൾ OIS ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള ആ ഒരു ഫീച്ചർ ഉണ്ടാവുമെന്ന് നോക്കണം. രണ്ട് തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ വരുന്നത്, ഒന്ന് OIS പിന്നെ ഒന്ന് EAS. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റെബിലൈസേഷൻ അത്യാവശ്യമാണ്. അല്ലാണ്ട് ഒരുപാട് ഷെയ്ക്കിയായ വീഡിയോസ് ഒന്നും കാണാൻ അധികം ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഇല്ലാത്ത കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഗിംബലുകളൊക്കെ യൂസ് ചെയ്യാം. അതായത് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത പിന്നെ എന്താ പറയണ്ടേ ക്യാമറകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗിംബൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഈ ഒരു മൊബൈൽ ഫോൺ ക്യാമറകളൊക്കെ പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇതിൻ്റെ ക്യാമറ UIനെ പറ്റിയിട്ടാണ്. അതായത് വീഡിയോസിലും പ്രോ മോഡുകളൊക്കെയുള്ള ക്യാമറകൾ ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം അങ്ങനെയുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാനുവലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ക്യാമറ ടു API സപ്പോർട്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ക്യാമറ പോലുള്ള എന്താ പറയുക ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പം ഞാനൊക്കെ ടെക്കിൻ്റെ പല വീഡിയോസും അൺബോക്സിംഗ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന മിക്കവാറും ഓപ്പൺ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ളൊരു ഫുൾ ഗൈഡാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഐഡിയ അപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ മൊബൈൽ ഫോൺ ക്യാമറകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്യാമറ പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയുക മൊബൈലുകളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ഐഫോൺ തന്നെയാണ്. അതിനെ കാഴ്ച വെക്കാൻ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ സാംസങ്ങിൻ്റെ പല എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിലും ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അത് പിന്നെ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ അതും കുഴപ്പമില്ല. പക്ഷേ അൾട്ടിമേറ്റ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഐഫോൺ തന്നെയാണ്. പിന്നെ സാംസങ്ങിലെ പല മോഡലുകളുണ്ട്. പിന്നെ ഒന്ന് ഹോണർ മൊബൈലിൽ പല മൊബൈലിലും നല്ല ക്യാമറയാണ്. പിന്നെ വാവേ പിന്നെ ഹുവായി എന്ന് പറഞ്ഞ ആ ഒരു മോഡലും പിന്നെ OnePlusൻ്റെ പല മോഡലുകളിലും നല്ല ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എടുത്ത് പറയാനുള്ള നല്ല ക്യാമറ മൊബൈലുകൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ക്യാമറകൾ വാങ്ങാൻ പറ്റും, ഇല്ലെങ്കിൽ ഏതൊക്കെ പർപ്പസിനാണ് ഇതൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നിങ്ങൾക്ക് വളരെ ചെറിയ റേറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു സംഭവമാണ് കോമ്പാക്റ്റ് ഡിജിറ്റൽ ക്യാമറകൾ. അതിൽ ഒരു ഏറ്റവും വലിയ മേന്മ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ എന്താ പറയണ്ടേ ഹാൻഡി ആയിട്ട് എന്താ പറയണ്ടത് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ചെറുതാണ്, സൈസ് കുറവാണ്, വെയിറ്റ് ലെസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ നമ്മൾ DSLR ചെയ്യുന്ന പോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അത് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെൻസ് മാറ്റിയിടാൻ പറ്റില്ല. അതൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ Canonൻ്റെ G7X ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ഒരു കാലത്ത് ഉപയോഗിച്ച ഒരു മോഡലാണ്. പിന്നെ അതിൻ്റെ Mark 3 വന്നു, പിന്നെ G9X വന്നു, പിന്നെ Canonൻ്റെ തന്നെ SX620, പിന്നെ സോണിയുടെ HX8, പിന്നെ അതുപോലെ പാനസോണിക് ലൂമിക്സിൻ്റെ എന്താ പറയുക ZS50 ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ചെറിയ റേറ്റിൽ വാങ്ങാൻ പറ്റിയ കുറേ കോമ്പാക്റ്റ് ഡിജിറ്റൽ ക്യാമറകളാണ്. പിന്നെ അടുത്തത് ആക്ഷൻ ക്യാമറകളാണ്. ആക്ഷൻ ക്യാമറകൾ പ്രത്യേകിച്ച് ഒരു ട്രാവൽ വ്ളോഗേഴ്സിനെ ഉദ്ദേശം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ക്യാമറയാണ്. അതായത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചെറിയ സൈസാണ്. പിന്നെ വാട്ടർ പ്രൂഫാണ്. നമുക്ക് ഇവിടെ ഏത് ടെറൈനിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്.
പിന്നെ വളരെ വൈഡായിട്ട് അതിൻ്റെ ലെൻസിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ എങ്ങനെയാണ് വളരെ വൈഡായിട്ട് അൾട്രാ വൈഡിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ സ്റ്റെബിലൈസേഷനൊക്കെ ഒരു അൾട്ടിമേറ്റ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള വളരെ ചെറിയൊരു സംഭവമാണ് ആക്ഷൻ ക്യാമറകൾ. അത് നമുക്ക് നമ്മളെ ഹെൽമെറ്റിലും ഇല്ലെങ്കിൽ ചെസ്റ്റിലും പിന്നെ എന്താ പറയണ്ടേ ബൈക്കിൽ ഇല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കത് പിന്നെ ക്ലിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ ചെറുതായതുകൊണ്ട് ഒരുപാട് മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഫോക്കസ് ഒക്കെ ഫിക്സഡ് ഫോക്കസ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നും വരുന്നില്ല. പിന്നെ നല്ല ഡേ ലൈറ്റിലൊക്കെ ആണെങ്കിൽ അൾട്ടിമേറ്റ് ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരുപാട് ക്യാമറകളുണ്ട്, ആക്ഷൻ ക്യാമറകൾ. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഗോപ്രോ തന്നെയാണ്. ഗോപ്രോയുടെ ഇപ്പം ഹീറോ 9 ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തത്. അതിനിപ്പോൾ ഏകദേശം ഒരു 35,000 നിങ്ങൾക്ക് കിട്ടും. പിന്നെ കഴിഞ്ഞാൽ DJയുടെ ഓസ്മോ ആക്ഷൻ എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട്. അത് ഏകദേശം 20-25 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ ഒന്ന് DJയുടെ തന്നെ പിന്നെ ഓസ്മോ പോക്കറ്റ് കൊണ്ട് ചെറിയൊരു ഹാൻഡി ആയിട്ടുള്ള ഇത്രയും ചെറിയൊരു സാധനം വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പോക്കറ്റ് 2 ആണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ ലോ റേറ്റിലൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ SJ ക്യാമിൻ്റെ ലെജൻഡ് സീരീസ് വാങ്ങാൻ പറ്റും. ഒരു 10-15 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ കുറേ ക്യാമറകൾ, ആക്ഷൻ ക്യാമറകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അടുത്തത് DSLR ക്യാമറകളാണ്. അപ്പോൾ DSLRകൾ മാക്സിമം ഇൻഡോറിനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അതായത് ഇതുപോലെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരു കേസിലൊക്കെയാണ് DSLR ക്യാമറകൾ കൂടുതൽ ഉപകാരപ്പെടുക. ഒന്നാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈസ് വലിയ സൈസ് ആയതുകൊണ്ട് നമുക്കിപ്പം പുറത്തോട്ടൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് വളരെ സ്മൂത്തായിട്ടൊന്നും നമുക്ക് വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു പിന്നെ DSLR ക്യാമറകളിലൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 30 മിനിറ്റ്സ് വരെയാണ്. ഓക്കെ, അത് 4Kയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ 15 മിനിറ്റ് വരെയൊക്കെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പുറത്തോട്ടൊക്കെ പോയിട്ട് നമുക്ക് വ്ളോഗിങ് ഇല്ലെങ്കിൽ അതുപോലെ വേറെന്തെങ്കിലും വാഹനത്തിലൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും ഷൂട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം DSLR ക്യാമറകളിലുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇൻഡോർ പർപ്പസ് പിന്നെ ലോ ലൈറ്റിലൊക്കെ എന്താ പറയണ്ട ലെൻസൊക്കെ മാറ്റി വെക്കുന്ന ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ലോ ലൈറ്റിലൊക്കെ ഒരു 1.8 ഒക്കെ ലെൻസ് നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇൻഡോറിലൊക്കെ അത്യാവശ്യം ലോ ലൈറ്റൊക്കെ നല്ല രീതിയിൽ പിക്കപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഡോർ പർപ്പസിനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റിയ 2 ക്യാമറകളാണ്. ഒന്ന് ക്യാനോണിൻ്റെ 200D എന്ന് പറഞ്ഞ ക്യാമറ, അതിൻ്റെ Mark 2 ഇപ്പം വന്നിട്ടുണ്ട്. അത് 4K ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു 50 റേഞ്ചിലൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റുന്ന ക്യാമറയാണ്. പിന്നെ നിക്കോണിൻ്റെ 5600 എന്ന് പറഞ്ഞ ക്യാമറയും നിങ്ങൾക്ക് ഏകദേശം ഒരു 50 റേഞ്ചിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ 2 ക്യാമറകൾ മാത്രമേ ഒരു എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൂ. പിന്നെയുള്ള ക്യാമറകളൊക്കെ ഏകദേശം 60-70 ആ റേഞ്ചിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ മാനേജ് ചെയ്യുക. പിന്നെ എന്ന് പറയാനുള്ളത് മിറർലെസ് ക്യാമറകളാണ്. അതായത് DSLRനെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ സൈസും കുറവാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ക്യാമറകളാണ് മിറർലെസ് ക്യാമറകൾ. ഇപ്പം എനിക്ക് തോന്നുന്നത് വ്ളോഗേഴ്സൊക്കെ വളരെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും ഈ ഒരു മിറർലെസ് ക്യാമറകളാണ്. പിന്നെ അതുപോലെ DSLR ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ള ഏറ്റവും വലിയൊരു മേന്മാർന്ന ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. അതായത് ഇൻഡോറൊക്കെ പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു ക്യാമറ തരുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് എടുത്ത് പറയാനുള്ളത് കുറച്ച് ഇലക്ട്രോണിക് സിസ്റ്റമൊക്കെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് കുറച്ച് ബാറ്ററി നല്ലോണം എന്താ പറയുക ഡ്രെയിനായി പോകുന്നുണ്ട്. ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അരമണിക്കൂറിന് മുകളിലൊന്നും ബാക്കപ്പ് കിട്ടില്ല. അപ്പോൾ മിറർലെസ് ക്യാമറകൾ വാങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും 2-3 ബാറ്ററി എന്തായാലും കരുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ 1-2 ക്യാമറകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാണ് M50. ഇപ്പം എനിക്ക് തോന്നുന്നു വ്ളോഗേഴ്സൊക്കെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് കാനോണിൻ്റെ M50. അതുപോലെ M200 ഉണ്ട്. അതുപോലെ സോണിയുടെ A6000, അതുപോലെ A6400, അതുപോലെ ഫിജി ഫിലിമിൻ്റെ X-T200, അതുപോലെ XA7 പോലുള്ള ക്യാമറകളൊക്കെ നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ പറ്റിയ മിറർലെസ് ക്യാമറകളാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് മോഡൽസ് ഒന്നും ലിസ്റ്റ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മോഡൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഏത് മോഡൽ എടുത്തു കഴിഞ്ഞാലും അതിന് പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ക്യാമറകളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള നല്ലൊരു മോഡൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളുടെ ക്യാമറകളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ എന്താ പറയുക എക്സ്റ്റേണൽ മൈക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു മൈക്ക് ഇൻപുട്ട് ഉണ്ടോ, ഇല്ല 3.5 ജാക്ക് ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. യൂട്യൂബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വിഷ്വൽ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓഡിയോ അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ ഓഡിയോനെ കുറിച്ചുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് ആ നോട്ടിഫിക്കേഷൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാനെപ്പോഴും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സമയാസമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.